ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് നല്ലൊരു ഹെയർ ഡൈ ആണ്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചേരുവ കൊണ്ടാണ് ഞാൻ വെറും ഒരു മഞ്ഞപ്പൊടി കൊണ്ട് ഹെയർ ഡൈ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം മഞ്ഞപ്പൊടി വെച്ചിട്ടുള്ള ഹെയർ ഡൈ നമ്മൾ രക്തഓട്ടത്തിനായാലും മറ്റ് നല്ല ഗുണമുള്ളതാണ്. മുടി കറുക്കാനും ചൊറിച്ചിൽ മാറാനും പെയിൻ ശല്യം ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറാനും നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പം ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ബ്ലാക്ക് കളറിലാകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. ബ്ലാക്ക് കളറാകുന്നത് വരെ നന്നായി വറുത്തെടുത്തുകൊണ്ടിരിക്കുക. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് വറുത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള ഹെയർ ഡൈ ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കാവുന്നതാണ്. പിന്നെ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. മുടി കറുക്കാനാണെങ്കിലും പല പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള ഹെയർ ഡൈ. ഇപ്പം ഇനി നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. ബ്ലാക്ക് കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. ദാണ്ടേ ഇതേപോലെ നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കണക്ക് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇതെല്ലാം തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം പിന്നെ കുളിച്ചിറങ്ങാം. പിന്നെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. കട്ടൻ ചായ ഒരു ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കട്ടൻ ചായക്ക് മാത്രമായിട്ടൊരു തേയില ഉണ്ടല്ലോ, കടുപ്പം ഇറങ്ങുന്ന വലിയ തേയില, അതാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഒരു ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം. കട്ടൻ ചായ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കടുപ്പം നന്നായിട്ട് ഇറങ്ങട്ട്. ഇനി നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി കട്ടൻ ചായ ഒന്ന് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മഞ്ഞൾ കറുപ്പിച്ച പൊടിയുണ്ടല്ലോ, അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. ഇനി അതിന് ശേഷം ഞാനിവിടെ കൊടുക്കുന്നത് മൈലാഞ്ചിപ്പൊടിയാണ്. നമ്മൾ അങ്ങാടി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇതിനകത്ത് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കട്ടയെല്ലാം മാറുന്ന രീതിയിലൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം. അപ്പം മുടിക്ക് നരച്ച മുടി കറുപ്പിക്കാനും താടിയിലും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട, ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെയധികം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ.
മഞ്ഞൾപ്പൊടി, മൈലാഞ്ചി, കട്ടൻ ചായ, ഇത് മൂന്നുമാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങൾ കുളിക്കുന്നതിന് തൊട്ട് അരമണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. നല്ല താളിയോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ഷാമ്പു ആണ് യൂസ് ചെയ്യേണ്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു ഹെന്ന കുറച്ചും കൂടി ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ചും കൂടി ഹെന്ന പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തലയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് വരാം. അപ്പോൾ ഇത് നിങ്ങൾ 2-3 ദിവസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ റിസൾട്ട് നല്ലതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പം താങ്ക് യു. Bye.